ഇത് നമ്മൾ ഓട്ടോകാഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോകാഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ഹാച്ച് ചെയ്യാം, അതല്ലെങ്കിൽ അതിനെങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യാം, അതിനെ എക്സ്പ്ലോഡ് ചെയ്തിട്ട് അത് എങ്ങനെ ഒരു 3D ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ടെക്സ്റ്റിന്റെ ഷോർട്ട് കീ ആണ് ടി എന്റർ. നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുത്തു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ഞാനിപ്പം ഒരു എക്സാമ്പിൾ ഹാസ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനെ ഹാച്ച് ചെയ്യണം, അതുപോലെ 3D ഒബ്ജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. നമ്മൾ ആദ്യം ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യണം. ഇതിപ്പം ഒരു മൾട്ടി ടെക്സ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിനെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക എന്നല്ലാതെ ഇതിനെ ഹാച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മൾ ആദ്യം ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യണം. അപ്പം നോർമലി ഒരു ഒബ്ജക്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഷോർട്ട് കീ എക്സ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ടെക്സ്റ്റിനെ അങ്ങനെ നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടെക്സ്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് TEXT, അതായത് ടെക്സ്റ്റ് EXP. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ടെക്സ്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് TEXT എന്റർ. അപ്പൊ നമ്മളുടെ മൾട്ടി ടെക്സ്റ്റ് ഇങ്ങനെ ലൈൻസ് ആയി കൺവേർട്ട് ആയി. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഈ ഇൻസൈഡിലുള്ള ലൈൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പൊ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒന്നുകൂടി ഞാൻ പറയാം. TR ആണ് ഷോർട്ട് കീ, TR ഡബിൾ എന്റർ. നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല. അതുപോലെ ഇത് നമുക്ക് നോക്കിയാലും അറിയാലോ, ഈ ഇൻസൈഡിലുള്ള ലൈൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മള് ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ ട്രിം ചെയ്ത് കളയാം. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം, നോ പ്രോബ്ലം. ഞാനിപ്പം നിങ്ങൾക്കിത് 3D ഒബ്ജക്റ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ട്രിം ചെയ്ത് കളയുന്നത്, ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഹാച്ച് ചെയ്യാം. ഹാച്ച് ചെയ്യാനുള്ള ഷോർട്ട് കീ H എന്റർ. ഞാനിപ്പം ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഹാച്ച് ആണോ നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് ഹാച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ 3D ഒബ്ജക്റ്റ് ആക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ ആദ്യം 3D വ്യൂയിലോട്ട് പോവാം, ഐസോമെട്രിക് വ്യൂയിലോട്ട് പോവാം. ഓക്കെ, ഇത് നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എക്സ്ട്രൂഡ് ചെയ്യാം. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത്, ഇപ്പൊ നമ്മളിപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്, ഇപ്പൊ നമുക്ക് എത്ര ഹൈറ്റ് ആണോ ആവശ്യമുള്ളത്, ഇപ്പം 10 സെന്റിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ, 50 ആണെങ്കിൽ 50, അങ്ങനെ നമുക്ക് എത്രയാണോ നമുക്ക് ഓബ്ജക്റ്റ് ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഹൈറ്റ് കൊടുത്താൽ ആ ഹൈറ്റിൽ നിങ്ങൾക്ക് ഓബ്ജക്റ്റ് എക്സ്ട്രൂഡ് ആയി കിട്ടും. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.